ഞാനൊരു 2-3 മാസം മുമ്പ് തിരൂര് ഒരു സ്കൂളിൽ പോയി, ഒരു UP സ്കൂളിൽ. അപ്പൊ അവിടുത്തെ ടോയ്ലറ്റ് കാണാനിടയായി. ആ സ്കൂളിൽ ചെന്ന സമയത്ത് അതിന്റെ ടോയ്ലറ്റ് പെട്ടെന്ന് ശ്രദ്ധയിൽ പെടും നമ്മുടെ. കാരണം ആ ടോയ്ലറ്റിന്റെ ഒരു ചുമര് മുഴുവൻ അതിന്റെ ഫണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെയാണല്ലോ. ഇപ്പൊ ഒരു ബസ് സ്റ്റാൻഡ് കണ്ടാൽ ഏത് ബസ് സ്റ്റാൻഡാന്ന് മനസ്സിലാവില്ല. കാരണം അവിടെ മുഴുവൻ MLA MP പേരാവും. അതിന് സ്റ്റാൻഡ് ഏതാണെന്ന് അറിയാമെങ്കിൽ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കണം. അത് അടിയിൽ ഇത്ര ചെറുതാക്കി കൊടുത്തിട്ടുണ്ടാവും. മറ്റ് ഇന്ന MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നോ എന്നൊക്കെ പറഞ്ഞ് ചക്ക മുഴുപ്പിൽ എഴുതി വെച്ചിട്ട് ബസ് സ്റ്റാൻഡ് ഇന്നതാണ് നമുക്ക് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കാൻ ചെറിയതായിട്ട് എഴുതിയിട്ടുണ്ടാവും. ബസ്സൊന്നും നോക്കിയാൽ കാണില്ല. അങ്ങനെയാണ് എഴുതി വെക്കുക. അപ്പൊ അതുപോലെ ഇതിന്റെ ഒരു ചുമര് മുഴുവൻ എഴുതിയിട്ടുണ്ട്. അതിന്റെ ഫണ്ട് എന്താണ്? ആ ടോയ്ലറ്റിന്റെ ഫണ്ട് എഴുതിയിരിക്കണം. എന്താ അറിയാം? പാലടി കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം അനുവദിച്ച ഫണ്ട് കൊണ്ട് കെട്ടിയ മൂത്രപ്പുര. പാലടി കമ്മീഷൻ ഫണ്ട് പ്രകാരം അതിന്റെ നിർദ്ദേശപ്രകാരം അനുവദിച്ച ഫണ്ട് കൊണ്ട് കെട്ടിയ മൂത്രപ്പുര. ചെറിയൊരു സ്വാർത്ഥത എനിക്കും തോന്നി. കാരണം ഞാനും അധ്യാപികയാണല്ലോ. 14,500 കുട്ടികൾ, ഹൈസ്കൂൾ സെക്ഷൻ വരെ 3,500 കുട്ടികളുണ്ട്, +2 അടക്കം 4,500 കുട്ടികളുണ്ട്. ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂള്. അപ്പൊ ടോയ്ലറ്റിന്റെ എണ്ണത്തിന് കുറവാണ്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഫണ്ട് ഞങ്ങൾക്കും കിട്ടുമെന്നൊന്നും അറിയണമല്ലോ. അതുകൊണ്ട് ഞാൻ അവിടുത്തെ ഹെഡ് ടീച്ചറോട് പോയി ചോദിച്ചു, ടീച്ചർ ഇത് എന്താ ഫണ്ട്, ഇത് എങ്ങനെ കിട്ടിയെന്ന് വെച്ചു. അപ്പൊ ടീച്ചർ പറഞ്ഞു, അത് മുസ്ലിം കുട്ടികൾ കൂടുതൽ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ ടോയ്ലറ്റുകൾ നിർമ്മിച്ചു കൊടുക്കണം എന്ന് സഖാവ് പാലൊളി നിർദ്ദേശം കൊടുത്തിട്ടുണ്ടത്രേ. മുസ്ലിം കുട്ടികൾ കൂടുതൽ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ മൂത്രപ്പുരകൾ കെട്ടിക്കൊടുക്കണം എന്ന സഖാവ് പാലൊളിയുടെ നിർദ്ദേശത്തിനനുസരിച്ച് ഇടതുപക്ഷ ഗവൺമെന്റ് അനുവദിച്ച ഫണ്ട് കൊണ്ടാണ് ആ മൂത്രപ്പുര കെട്ടിയിരിക്കുന്നത്. എന്റെ പടത്ത പന്ത്രേനെ മൂത്രത്തിന് വരെ മതം. ഇവരെയാണ് നമ്മളെ മതേതരത്തെ പഠിപ്പിക്കുന്നത്. മൂത്രത്തിന് വരെ മതം. കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ മൂത്രപ്പുര കെട്ടുന്ന മതം നോക്കണം. അതിന് മൂത്രമൊഴിക്കുന്നത് ഹിന്ദുവാണോ മുസ്ലിമാണെന്ന് അതിന്റെ പുറത്ത് എഴുതിയിരിക്കുക പാലടി കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം അനുവദിച്ച ഫണ്ട് റിപ്പോർട്ട് തന്നെയാണ്. പിന്നെ ഞാൻ പാലടി കമ്മീഷന്റെ റിപ്പോർട്ട് അന്വേഷിച്ചു. അതിനകത്ത് നിർദ്ദേശമുണ്ട്, മുസ്ലിം കുട്ടികൾ കൂടുതൽ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ മൂത്രപ്പുര കെട്ടണം. അപ്പൊ ഹിന്ദു കുട്ടി എന്ത് ചെയ്യണം? റോഡിലേക്ക് മൂത്രയിക്കണം. മതേതരത്വത്തിന്റെ ഏടിനെ പഠിപ്പിച്ചെന്നൊരു ചിന്തിക്കുക. ഇനി ആ മൂത്രപ്പുര പോകുന്ന കുട്ടികളുടെ വികാരം എന്തായിരിക്കും? അവിടെ കുറച്ച് ഹിന്ദു കുട്ടികളുണ്ടാവുമല്ലോ, കൂടുതൽ മുസ്ലിം കുട്ടികളുണ്ടാവും. അതിന്റെ ഇടയിൽ ഒരു ഹിന്ദു കുട്ടി മൂത്രമൊഴിക്കാൻ പോകും. മുസ്ലിം കുട്ടി എന്ത് ചെയ്യണം? നമുക്ക് തന്നിട്ടുള്ള മൂത്രപ്പരയിൽ നമുക്ക് നാണം ചെയ്യേണ്ട വന്ന് മൂത്രമൊഴിച്ചു പോകുന്നു എന്ന് അവർ ചിന്തിക്കണം. പോണ ഹിന്ദു കുട്ടിയുടെ മനസ്സിലും ഗതികേട് വരെ നിർത്തിയില്ല. ഇപ്പൊ മൂത്രമൊഴിക്കാൻ തോന്നിയാൽ മൂത്രമൊഴിക്കാനേ പറ്റുമോ? ഇതിന് പോയി ഒഴിക്കേണ്ടി വന്നാലും എന്റെ ഭഗവാനെ എന്ന് മറുഭാഗത്തും ഈ 2 കുട്ടികളാണ് നമ്മുടെ മതേതരത്തിൽ സംരക്ഷിക്കുന്നത്. റോട്ടിൽ ചങ്ങ കിട്ടിയാൽ മതേതരത്വം ഉണ്ടാകുമോ? റോട്ടിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചാൽ മതേതരത്വം ഉണ്ടാകുമോ? വളർന്നു വരുന്ന കുട്ടികളെ ഒന്ന് മതേതരത്വത്തിന് സന്ദേശം എത്തേണ്ടതെങ്കിൽ മൂത്രപ്പുരയ്ക്ക് പോലും മതം നിശ്ചയിച്ച് ഈ നാട്ടിൽ എവിടെ നിന്ന് എങ്ങനെ മതേതരത്വം ഉണ്ടാക്കും? ഈ സാക്ഷര കേരളത്തിൽ കൊടുത്തൊരു നിർദ്ദേശമാണ്. ധൈര്യമുണ്ടെങ്കിൽ ഹിന്ദുത്വത്തിന്റെ നിന്ദയ്ക്ക് കയറുന്ന ഇവിടുത്തെ സഖാക്കളോട് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് മുന്നിൽ പാലടി കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടുകൾ എഴുതി തരിക, പ്രദർശിപ്പിക്കുക. നിങ്ങൾ എന്നിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക. സഖാവ് പാലൊളി ഇന്ന കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഹൈന്ദവ സമൂഹത്തിന് മുന്നിൽ നിങ്ങൾ വെളിപ്പെടുത്തുക. നിങ്ങൾക്ക് ഇത്രമാത്രം ശത്രുത എന്തുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിനോട് വന്നു? നിങ്ങൾക്ക് വോട്ട് ചെയ്തു എന്ന കാര്യത്തിനോ?